പരമ്പരാഗത കാനന പാത വഴി സന്നിധാനത്തേക്ക് എത്തുന്ന തീർത്ഥാടകർക്ക് നാളെ മുതൽ ക്യൂ നിൽക്കാതെ ദർശനം നടത്താം. വനംവകുപ്പിന്റെയും പോലീസിന്റെയും സഹകരണത്തോടെയാണ് ഈ പുതിയ പരിഷ്കാരം. സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക് തുടരുന്നുവെന്ന് ഞങ്ങളുടെ ശബരിമല ബ്യൂറോ അറിയിക്കുന്നു. അശ്വിൻ പാലാഴി ശബരിമല സന്നിധാനത്ത് നിന്നും തത്സമയം ചേരുകയാണ്. അശ്വിൻ പാലാഴി, എന്തായാലും ഈ കാനനപാത വഴി വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് വലിയൊരു ആശ്വാസകരമായ തീരുമാനമാണ് നാളെ മുതൽ നടപ്പാക്കാൻ പോകുന്നത്. പറയൂ. തീർച്ചയായും അവരെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. കാരണം 35ലധികം കിലോമീറ്റർ നടന്ന സന്നിധാനത്തെത്തുമ്പോൾ അവിടെ വലിയ നടപ്പന്തലിൽ മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ട അവസ്ഥയായിരുന്നു ഇന്നലെ വരെ പരമ്പരാഗത കാനന പാത വഴി എത്തുന്നു. പ്രത്യേകിച്ച് എരുമേലിയിൽ നിന്നുള്ള പരമ്പരാഗത കാനന പാത വഴി എത്തുന്ന തീർത്ഥാടകർക്കുണ്ടായിരുന്നത്. അവരുടെ ആവശ്യം പരിഗണിച്ചാണ് ദേവസ്വം മന്ത്രി VN വാസവൻ ഈ വിഷയത്തിൽ ഇടപെടുകയും അതിലൊരു തീരുമാനം ഉണ്ടാക്കുകയും ചെയ്തത്. മുക്കുഴി ദേവീക്ഷേത്രത്തിൽ നിന്ന് തീർത്ഥാടകർക്ക് ഒരു പാസ് നൽകും. ആ പാസ് പമ്പയിൽ കാണിച്ചാൽ ആ പാസ് വഴി പ്രത്യേക ക്യൂ വഴിയായിരിക്കും ഇവരെ സന്നിധാനത്തേക്ക് കടത്തിവിടുക. അത് സാമിയപ്പൻ റോഡ് വഴിയാണ് എന്നുള്ളതാണ് ദേവസ്വം ബോർഡും പോലീസും ഒക്കെ അറിയിക്കുന്നത്. വനംവകുപ്പിന്റെ കൂടി സഹകരണത്തോടെയാണ് പുതിയ പരിഷ്കാരം നാളെ മുതൽ നടപ്പാക്കുക. എന്തായാലും നടപ്പന്തലിൽ പോലും ക്യൂ നിൽക്കാതെ നേരിട്ട് സന്നിധാനത്തെത്തി ദർശനം നടത്തി മടങ്ങാനുള്ളൊരു സംവിധാനമാണ് നാളെ മുതൽ പരമ്പരാഗത കാനന പാത വഴി വരുന്നവർക്ക് ഉണ്ടാവുക. ഇപ്പോഴും സന്നിധാനത്ത് വലിയ തിരക്ക് തുടരുകയാണ്. 1 ലക്ഷത്തിലേക്ക് എത്തുകയാണ് ഇന്നത്തെയും ഒരു തീർത്ഥാടകരുടെ എണ്ണം. ഇപ്പോൾ തന്നെ 79,000 കടന്നു. അടുത്ത മണിക്കൂറിൽ അത് 80,000 പുറത്തേക്ക്. മഴ പെയ്യുന്നുണ്ടോ? സാധാരണ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഭക്തന്മാരുടെ വരവ് കുറയേണ്ടതാണ്. 1 ലക്ഷം ഭക്തന്മാർ എത്തിയത് റെക്കോർഡാണല്ലോ. മഴ എങ്ങനെയാ? സന്നിധാനത്ത് മഴയുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ശക്തമായ ഒരു മഴയുണ്ടായിരുന്നു. അത് ഇപ്പോൾ കുറഞ്ഞ ഒരു നേരിയ തോതിലുള്ള മഴയിലേക്ക് എത്തിയിട്ടുണ്ട്. പമ്പയിൽ നല്ല രീതിയിലുള്ള മഴയുണ്ട് എന്നുള്ളതാണ് അവിടെ നിന്ന് കയറി വരുന്ന തീർത്ഥാടകർ പറയുന്നത്. ഉച്ചയ്ക്ക് ശേഷം ചെറിയ തോതിൽ അവരുടെ തീർത്ഥാടകരുടെ തിരക്ക് കുറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും 1 മണിക്കൂറിൽ 1000-ലധികം ആളുകൾ കയറുന്നുണ്ട് എന്നുള്ളതാണ് ഇവരുടെ ഈ കണക്ക് പ്രകാരം, പോലീസിന്റെ കണക്ക് പ്രകാരം നമുക്ക് ലഭിക്കുന്ന. ശബരിമല സന്നിധാനത്ത് വിവരങ്ങൾ നൽകിയത്.